എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരറ്റ് റീഡിംഗ് ചാനൽ മയസ് ടാരറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പുതുവർഷഫലമാണ്. ഈ വർഷം, അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Swords energy, Nine of Wands, King of Cups, Empress, Nine of Pentacles and Seven of Swords energy connection. ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആദ്യ പകുതിയിൽ ചെറിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നുണ്ടെങ്കിലും അവസാനത്തെ പകുതിയിൽ പൊതുവേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തകളും അനുഗ്രഹങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തിൽ പൊതുവേ പറയുകയാണെങ്കിൽ നിങ്ങൾ ചില സമയങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ട്, നഷ്ടസ്വപ്നങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് സമയം പാഴാക്കി കളയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കെടുത്തുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അത് ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ മറ്റൊരാൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം തകർക്കുന്നതിനായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമായിരിക്കാം അത് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഈ ഒരു വിവാഹബന്ധമോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധമോ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കരകയറാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോഴും ആ കഴിഞ്ഞുപോയ കാലത്തിൽ തങ്ങി നിൽക്കുകയാണ്. വീണ്ടും ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളെ മാനസികമായിട്ട് തകർക്കാം. അപ്പോൾ കഴിഞ്ഞു പോയത് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. ഒരു ഡിപ്രഷൻ, ആ ഒരു ആങ്സൈറ്റി, ആ ഒരു സ്ട്രെസ്, ആ ഒരു എനർജിയിലേക്ക്, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളെ തിരിച്ചു പിടിക്കാതെ കഴിഞ്ഞ കാലത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്, വ്യക്തിനും തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം. മറ്റൊരു ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ മാറ്റിവെക്കുക. ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലിയായിരിക്കാം നിങ്ങൾക്ക്. ചില ആളുകൾക്ക് കടം വീട്ടുന്നതിനായിട്ട് നിങ്ങളുടെ വീടോ കാര്യങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞു. അത് എളുപ്പം മറക്കാൻ പറ്റുന്ന കാര്യമല്ലെങ്കിലും അത് ആലോചിച്ചിരുന്നത് കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പണ്ട് എനിക്ക് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് തൃപ്തി ഒരിക്കലും അനുഭവിക്കാനാവില്ല. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ജീവിതം ആസ്വദിക്കാനായിട്ട് പഠിക്കുക. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ജീവിതം തൃപ്തികരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ 9 of Wands എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം, അല്ലെങ്കിൽ ഈ മുന്നോട്ടേക്ക് വരുന്ന വർഷം എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ വേണ്ടിയിട്ട്. പുതിയ എന്തെങ്കിലും കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് സംബന്ധിച്ചോ, എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത് സംബന്ധിച്ചൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷം സാധ്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരെ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ അത് ശ്രമിക്കുക. ടെസ്റ്റ് കാര്യങ്ങൾ, എൻട്രൻസ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതിൽ ഔട്ട്കം, അല്ലെങ്കിൽ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ കരിയർ സംബന്ധമായിട്ടാണെങ്കിൽ അടുത്തിടെയായിട്ട് ഇപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നവരോ, അല്ലെങ്കിൽ ജോലി ഇതിനു മുമ്പുണ്ടായിരുന്ന നല്ല ജോലി നിന്ന് മാറി ഇപ്പോൾ തരക്കേടില്ലാത്തൊരു ജോലി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ നല്ലൊരു ജോലിയും ഈ ഒരു ഫേസ് ജീവിതത്തിൽ, അതായത് കരിയറിൽ പുറകോട്ടേക്ക് നിങ്ങൾ പോയി നിന്നിട്ടുള്ള ആ പുറകോട്ടേക്കുള്ള ആ ഒരു നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിട്ടുള്ളത് മാറി ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിച്ചിട്ടുള്ളത്, എന്ത് നേടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പടപൊരുതിയിട്ടുള്ളത്, അത് അവസാനം നിങ്ങൾക്ക് നേടുന്നൊരു സാഹചര്യം. ജോലി സംബന്ധമായിട്ട് ആണെങ്കിൽ പുതിയൊരു ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചൊരു പൊസിഷനും കാര്യങ്ങളൊക്കെ ആവാം. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു സമാധാനമുള്ള സമയമാണ്.
രോഗപീഠകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു, അതായത് സാധാരണ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് വലിയ രീതിയിൽ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു റിക്കവറി ഫേസ് എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്നെങ്കിൽ അങ്ങനെ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൊഫഷണലി അക്കാഡമിക്കലി ഒക്കെ, അതായത് വിദ്യാർത്ഥികൾക്കും കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ തൃപ്തികരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതും, നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് അങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തെളിവ് ലഭിക്കുന്നില്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു താങ്ങും തണലുമായിട്ട് നിങ്ങളോടൊപ്പം ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു സാഹചര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അങ്ങനെ വലിയൊരു സപ്പോർട്ടൊന്നും ഉള്ളൊരു അന്തരീക്ഷമല്ല എങ്കിൽ, ഇപ്പോൾ മക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും ഇടയിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇല്ലാത്തവരൊക്കെ വരുന്നൊരു വർഷം പൊതുവേ നിങ്ങൾ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല സഹകരണ മനോഭാവത്തോടു കൂടി ഫാമിലിയിലും മറ്റുള്ളവരും കുട്ടികളായാലും ഹസ്ബൻഡും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ എംപ്രസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുണ്ടാവാനുള്ള സാഹചര്യം ഈ ഒരു വർഷം കാണിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് ശ്രമിക്കുന്നവർക്ക് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഈ വർഷം. അപ്പോൾ കുട്ടികൾ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്നവരോ ഒക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ആക്സിഡൻ്റൽ ആയിട്ട് പ്രഗ്നൻ്റ് ആവാനുള്ള സാഹചര്യമൊക്കെ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഫാഷൻ വേൾഡ്, സിനിമ, സീരിയൽ മേഖല, മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂട്യൂബേഴ്സ് അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്, പേരെടുക്കുന്ന സമയമാണ്. ഫെയിം അങ്ങനെ 4 പേരാൽ അറിയപ്പെടുന്ന ഒരു സാഹചര്യവും മറ്റും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പേര് അല്ലെങ്കിൽ മറ്റുള്ള 4 പേരെ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയാം. കൂടുതൽ ഫേമസ് ആവുന്ന ഒരു എനർജി. ചില ആളുകൾ കുറച്ച് പേരൊക്കെ അറിഞ്ഞിരുന്നവരാണെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾ ഫേമസ് ആവുന്നു. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഒത്തിരി നേട്ടം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൻ്റെ അവസാന പകുതിയിലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ജോലിയിലെ നേട്ടങ്ങൾ, പ്രൊമോഷന്, ശമ്പള വർധനവ് കാര്യങ്ങളാവാം. അല്ലാത്തവരെ സംബന്ധിച്ച് ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നേട്ടങ്ങളും കാര്യങ്ങളും ആവാം. അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. വരുമാനം അടുത്തിടയ്ക്കായിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ നേടുന്ന ഒരു സമയമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫാക്ടറിയിലൊക്കെ പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒതുക്കി തീർത്ത് തിരിച്ചൊരു സ്ഥിരതയുള്ള ഒരു വരുമാനത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള. യൂണിയൻ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നവർ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടുന്നു, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം. വരുമാന മാർഗം അല്ലെങ്കിൽ വരുമാന മാർഗത്തിൽ ഉന്നതി ഉണ്ടാകുന്നു. അതേപോലെ സാമ്പത്തികമായിട്ടും ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയാം. 7 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അതായിട്ട് പരിചയപ്പെടുന്ന ആളുകളെ ഒറ്റയടിക്ക് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോവുകയാണെങ്കിൽ തന്നെയും പലയിടങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലത്തെ വരികയാണെങ്കിൽ തന്നെ മറ്റൊരാൾ പുറത്തുനിന്ന്, ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, മറ്റാളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ലൈഫിൽ ചില കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ
നിങ്ങൾ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും യാത്രകൾ, പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.